വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ഒരു സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ച ഒരു മഹാത്മാവിൻ്റെ സ്മൃതി മണ്ഡപം കാണാനായിട്ടാണ്. ഡൽഹിയിലുള്ള രാജ്ഘട്ട്. ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അകത്തായിട്ട് തന്നെയാണ് ഈ ഒരു രാജ്ഘട്ട് ഉള്ളത്. തൊട്ടടുത്ത് തന്നെ മെട്രോ സ്റ്റേഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിപ്പെടുക എന്നുള്ളത് വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. രാജ്ഘട്ടിനെ കുറിച്ച് പ്രത്യേകമായിട്ടൊരു ഡിസ്ക്രിപ്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ ശവസംസ്കാരം നടത്തിയിട്ടുള്ള ഒരു സ്മാരകമാണ് ഈ രാജ്ഘട്ട് എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തെ ഇവിടെ സംസ്കരിച്ചത് 1948 ജനുവരി 31-നാണ്. ഇതൊരു തുറന്ന സ്ഥലമാണ്. അകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കവാട ഭാഗത്തായിട്ട് ഇങ്ങനെയൊരു ഡിസ്ക്രിപ്ഷൻ കാണാം. അതായത് രാജ്ഘട്ടിനെ കുറിച്ചിട്ട് ഹിന്ദിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു രാജ്ഘട്ടിൻ്റെ ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ മറുഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ മഹാത്മാഗാന്ധിയെ പറ്റി ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ചയാണിത്. അതായത് നല്ല രീതിയിലുള്ള ഒരു പൂന്തോട്ടം ഇവിടെ കാണാനുണ്ട്. അതുപോലെ 2 ഭാഗത്ത് പച്ചപ്പരവതാനി വിരിച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. അതുപോലെ ഇതിനകത്തേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ചെരുപ്പിട്ടുകൊണ്ട് അകത്തേക്ക് കയറാൻ പറ്റില്ല. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു പുണ്യസ്ഥലം പോലെയാണ് കാത്തു സൂക്ഷിച്ചിട്ടുള്ളത്. നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ കാണുന്നതാണ് അദ്ദേഹത്തെ സംസ്കരിച്ച സ്ഥലം. ഇവിടെ മനോഹരമായിട്ടുള്ള മാർബിൾ കൊണ്ട് നിർമ്മിച്ച ഒരു സ്മാരകം നമുക്ക് കാണാം. ഇതിൻ്റെ അറ്റത്തൊരു വിളക്ക് കെടാതെ കത്തിച്ചു വെച്ചിരിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഒരു സ്മൃതി മണ്ഡപത്തിന്. ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇവിടെ മുഴുവനും സംഗീതം അലയടിച്ചുകൊണ്ടിരിക്കുന്നത് കേൾക്കാം. അതായത് രഘുപതി രാഘവ രാജാറാം പതീത് പാവന സീതാറാം, ഈ ഒരു വരികൾ നമുക്കിവിടെ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടേയിരിക്കാം. വളരെ മനസ്സിനൊരു പ്രത്യേകമായിട്ടുള്ളൊരു ഡിവോഷനിലെന്നോ അല്ലെങ്കിൽ നമുക്ക് മുഴുവനായിട്ടുള്ളൊരു ഏകാഗ്രതമായിട്ടുള്ളൊരു ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ വന്നപ്പോൾ കിട്ടിയത്. ഈ ഒരു രാജ്ഘട്ട് സ്ഥിതി ചെയ്യുന്നത് യമുന നദിയുടെ തീരത്താണ്. ഇത് ഇന്ത്യയുടെ ഒരു മഹത്തായ സ്മാരകമായി സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പല വിദേശ സന്ദർശകരും ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇവിടം സന്ദർശിക്കാറുണ്ട്. ഇതിന് ചുറ്റുമായിട്ട് മനോഹരമായിട്ടുള്ള പൂന്തോട്ടങ്ങളും അതുപോലെ തന്നെ പുൽമൈതാനങ്ങളും വളരെ ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നു. ഇതിന് ചുറ്റുമായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് പൂക്കൾ, അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വെറൈറ്റീസിലുള്ള പൂക്കൾ ഇവിടെ നമുക്കിതിന് ചുറ്റുമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും ഗാന്ധിജിയെ ആദരിച്ചുകൊണ്ട് ഇവിടെ പ്രാർത്ഥന നടക്കുന്നുണ്ട്. അതുകൂടാതെ ഗാന്ധിജിയുടെ ജനന മരണ ദിവസങ്ങളിൽ ഇവിടെ പ്രത്യേകം പ്രാർത്ഥനകൾ നടക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിൻ്റെ വടക്കു ഭാഗത്തായിട്ടാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധിയായിട്ടുള്ള ശാന്തിവൻ സ്ഥിതി ചെയ്യുന്നത്. ഇതിനടുത്തായിട്ടാണ് ഇന്ദിരാഗാന്ധി, ലാൽ ബഹദൂർ ശാസ്ത്രി, ജവഹർലാൽ നെഹ്റു, രാജീവ് ഗാന്ധി എന്നിവരുടെയും ആ ഒരു സമാധികൾ സ്ഥിതി ചെയ്യുന്നത്.
ഡൽഹി ടൂറിസത്തിലെ ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ രാജ്ഘട്ട്. അതായത് നമ്മുടെ മഹാത്മാഗാന്ധിയെ അടക്കിയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അതിന് അത്രയേറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ രാജ്ഘട്ടിലെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ഒരു ഷോർട്ട് ബ്രേക്ക്. താങ്ക്